അങ്ങനെ മഹാനായ ഒരു പ്രതിഭ കൂടി മൺമറഞ്ഞു. ശ്രീ M.T. വാസുദേവൻ നായർ ഒരു അതുല്യ പ്രതിഭയായിരുന്നു, അല്ലെങ്കിൽ ഒരു വേറിട്ട വ്യക്തിത്വമായിരുന്നു എന്നുള്ളതിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊക്കെ തന്നെയും, സാഹിത്യ സൃഷ്ടികളൊക്കെ തന്നെയും ഏറ്റവും മികച്ച നിലവാരം പുലർത്തുന്നതും തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ചിലർ വന്ന് അനുശോചനം രേഖപ്പെടുത്തുന്നത് കാണുമ്പോൾ ഇത് ഒരു ദുഃഖത്തിൻ്റെ സന്ദർഭമാണെങ്കിൽ കൂടിയും ചിലപ്പോൾ നമുക്ക് ചിരി വന്നു പോകും. അങ്ങനെ എനിക്കും ചിരി വന്നു പോവുകയാണെങ്കിൽ എന്നോട് സദയം നിങ്ങൾ പൊറുക്കണം. ഇപ്പോൾ ഒരാളുടെ അനുശോചനം ഞാൻ കേട്ടതേ ഉള്ളൂ. M.T.യുടെ രചനകളെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതേയുള്ളൂ. പിന്നെ ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ചിലർ പറയുന്നു അക്ഷരത്തിൻ്റെ സൗന്ദര്യം പഠിപ്പിച്ചത് അദ്ദേഹമാണ്, ഹൃദയവും മനസ്സും ഇപ്പോൾ ശൂന്യമാണ്. അപ്പോൾ ഇതൊക്കെ അതിൽ ചിലതാണ്. ഇനി എത്രയോ ഇതുപോലെയുള്ളത് നിങ്ങളെന്നേക്കാളും കൂടുതൽ ഇത് കേട്ടിരിക്കാം. ഇതൊക്കെ ആരുമൊന്നും ഹൃദയത്തിൽ തട്ടി പറയുന്നതല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും ഒരു മഹാനായ പ്രതിഭയെ, ഒരു സാഹിത്യകാരനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. സാഹിത്യരംഗത്ത് അത് വലിയ ഒരു നഷ്ടം തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു ചെറിയ വിയോജിപ്പുള്ളത്, അതൊരു പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കുന്ന പലർക്കും ഉണ്ടായിരിക്കും. അധികം സമൂഹത്തെ ചില പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ സമൂഹത്തെ ബാധിക്കുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള പല പ്രശ്നങ്ങളിലും ഒരു അഭിപ്രായവും പറയാതെ ഒഴിഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു മഹാനായ സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരിക്കുമെന്നറിയാൻ ജനങ്ങൾ എന്നെപ്പോലെ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. പക്ഷേ അവരെയൊക്കെ അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ഒന്നും തന്നെ ഒരു സന്ദർഭത്തിലും പ്രതികരിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. സാമൂഹ്യ തിന്മകൾക്കെതിരെയോ ഇന്ന് നടക്കുന്ന എന്തെങ്കിലും ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെയോ അദ്ദേഹം ഒരു വാക്കുരിയാടിയതായി എൻ്റെ ഓർമ്മയിൽ ഇല്ല. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കാം. പിന്നെ ചിലരെ കുറിച്ച് വിയോജിപ്പോ അല്ലെങ്കിൽ വിയോജനക്കുറിപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള, അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം മറ്റു പല മൺമറഞ്ഞുപോയ പല കവികളെപ്പോലെയും അല്ലെങ്കിൽ പല സാഹിത്യകാരന്മാരെപ്പോലെയും ചിന്തിച്ച ഒരു വ്യക്തിയല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ നിന്നും നായർ എന്നുള്ള വാല് മുറിച്ചു മാറ്റിയിട്ടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അതൊന്നും ശരിയായ രീതിയിലുള്ളൊരു വിമർശനമല്ല. അച്ഛനും അമ്മയും ഇട്ട പേര് അദ്ദേഹം ചിലപ്പോൾ, ഇപ്പോൾ EMS നമുക്കറിയാം, ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള EMS നമ്പൂതിരിപ്പാട് എന്നുള്ളത് അദ്ദേഹവും കളഞ്ഞിട്ടില്ലായിരുന്നല്ലോ, അല്ലേ? അപ്പോൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ മാത്രമല്ല, സാഹിത്യ സൃഷ്ടികൾ നടത്തിയിട്ടുള്ളവർ മാത്രമല്ല, സാഹിത്യകാരന്മാർ മാത്രമല്ല, കവികളും പലരും അവരുടെ പേര് സൂക്ഷിക്കുമ്പോൾ തന്നെയും അത് പേരും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ നമ്പൂതിരിയെന്നോ നായരെന്നോ നമ്പ്യാരെന്നോ അല്ലെങ്കിൽ പണിക്കരെന്നോ ഒക്കെ പേരിൻ്റെ അവസാനം അത് അച്ഛനോ അല്ലെങ്കിൽ അപ്പൂപ്പനോ ഒക്കെ ഇട്ട പേര് അത് മുറിച്ചു മാറ്റിയാൽ മാത്രമേ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പോരാടിയ ഒരു സാഹിത്യകാരനായിട്ട് കാണൂ എന്ന് പറയുന്നതിലൊന്നും യാതൊരു അർത്ഥമില്ല. എന്തായാലും അദ്ദേഹം ഒരു അതുല്യ പ്രതിഭയായിരുന്നു, ഒരു മികച്ച എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം ഒരു സകല കലാവല്ലഭൻ തന്നെയായിരുന്നു. അദ്ദേഹം കൈവച്ച എല്ലാ മേഖലകളിലും. അതുകൊണ്ട് എന്തായിരുന്നാലും അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും ഒന്നും എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തായിരുന്നാലും ഞാൻ
വിട്ടുപോയിട്ടുള്ള വായിക്കാൻ കഴിയാത്തത് ഒന്നുകൂടി വായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മെ വിട്ടുപിരിഞ്ഞ മികച്ച കലാകാരൻ എം ടി വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.